13-ാം തീയതി നമുക്ക് ഈ വർഷത്തെ എല്ലാ കുട്ടികളുടെയും ഏറ്റവും ക്രൂഷ്യൽ ഡേ ആണ്, സെപ്റ്റംബർ 13. അടയ്ക്കാതിരുന്നാൽ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ടാകും. കേരളത്തിൻ്റെ 1, 2, 3 അലോട്ട്മെൻറ്റിലും പിന്നെ പരിഗണിക്കില്ല. പിന്നെ കേരളത്തിൻ്റെ സ്റ്റേ വേക്കൻസിയിൽ മാത്രം വേക്കൻസി ഉണ്ടെങ്കിൽ പരിഗണിക്കും. തീർച്ചയായിട്ടും. കാരണം പലരും ചോദിക്കുന്നുണ്ട്, ഈ സ്പോട്ട് അഡ്മിഷനിൽ 1, 2 കുട്ടികൾക്കൊക്കെ നല്ല കോളേജുകൾ കിട്ടും. 1500 കുട്ടിക്കും കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടി, 1100 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിട്ടി, 1800 വരെ കേരളത്തിൽ ഗവൺമെന്റ് കോളേജ് ജനറൽ മെറിറ്റിന് കിട്ടി. അപ്പം പലർക്കും ഈ അട്രാക്ഷൻ എന്തിനാണ്? സ്പോട്ട് അലോട്ട്മെന്റിൽ ബെറ്റർ കോളേജ് കിട്ടും. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നതിന് ഒരു കണക്കിന് ഒരു തരത്തിലും പ്രാധാന്യം കൊടുക്കരുത്. അതിനു മുമ്പ് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കണം. യഥാർത്ഥത്തിൽ അതൊരു ഞാനന്മേൽ കളിയാണ്. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ ഒന്നും ഇല്ലാതെ പോയേക്കാം. ആർക്കാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളത്? 162 മാർക്കിന് മുകളിലുള്ള ജനറൽ വിഭാഗത്തിനും 126 മാർക്കിന് മുകളിലുള്ള OBC, OBC, SC, ST വിഭാഗങ്ങൾക്കും ഒക്കെ, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർധനവ് ഉണ്ടാവാൻ ചാൻസ്? തീർച്ചയായിട്ടും. എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. 2024 അഡ്മിഷൻ എത്രത്തോളം ഓൾ ഇന്ത്യ റാങ്കിന് പോകുമെന്ന് അറിയുന്നതിന് ഈ സീറ്റ് മെട്രിക്സ് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ 350 കോളേജുകളും 8000-ഓളം സീറ്റുകളാണോ, അതോ അതിൽ കൂടുതൽ സീറ്റുകൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജുകളൊക്കെ ഈ വർഷം ആദ്യം തന്നെ ഉണ്ടോ? ഓൾറെഡി ഉള്ള ഗവൺമെൻറ് കോളേജിൽ തന്നെ എത്രത്തോളം സീറ്റുകൾ കൂടിയിട്ടുണ്ട്? പിന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് വേണമെന്നുള്ളവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ മാക്സിമം ഓപ്ഷൻ വെക്കാൻ ശ്രദ്ധിക്കുക. ഈ വർഷം നമ്മളുടെ സാധ്യതകൾ മനസ്സിലാക്കണമെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്ത എല്ലാവരും അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളയുടെ സൈറ്റിൽ എൻ്റർ ചെയ്തേ മതിയാകൂ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 107-ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞ ഏറെ അഭിമാനത്തോടുകൂടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇന്നലെ ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ബ്രില്യൻ വിക്ടറി ഡേയിലേക്ക് കടന്നു വരികയും ആ ഒരു അഭിമാന നിമിഷം, ആ ഒരു വേദി കൈയടക്കിയതിന് ശേഷം ഒരുപാട് സന്തോഷത്തോടുകൂടി അവിടുന്ന് വിടവാങ്ങുകയും ചെയ്തു. കാരണം നമുക്ക് ഇപ്പം നീറ്റ് എക്സാം അല്ലെങ്കിൽ MBBS അഡ്മിഷൻ അല്ലെങ്കിൽ എന്തായിരുന്നെങ്കിലും ഒരു കുട്ടിയുടെ ടാർഗറ്റിലുള്ള പല കാര്യങ്ങളുണ്ടാവാം. ഭൂരിഭാഗം പേരുടെയും ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും ആ ഒരു വേദി കഴിഞ്ഞ് ഒരു കോളേജിലോട്ട് ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത്. അവർക്കത് ഉൾക്കൊള്ളാൻ പൂർണ്ണമായിട്ടും ഇത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, എത്രമാത്രം നമ്മൾ അതിനായിട്ട് തയ്യാറെടുത്തിരുന്നു, അതെല്ലാം പൂർണ്ണമായിട്ടും രക്ഷിതാക്കളോടൊപ്പം നിന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പം അതാണ് ഇന്നലെ നമ്മൾ ആ വേദികളിലെല്ലാം കണ്ടത്. അവരുടെ ഗ്രാൻഡ് പേരൻസും അടുത്ത തലമുറയിലുള്ള കുട്ടികളും എല്ലാവരുമായിട്ടുള്ള ഒരു റീജോയിൻ, എന്നിട്ട് ആ ഒരു റിയാലിറ്റിയിലൂടെ കടന്ന് ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ കോളേജ് അഡ്മിഷനിലോട്ട് പോകുന്നു, പലയിടത്തായിട്ട് വേർതിരിയുന്നു. നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു, ഒരുമിച്ച് ഒത്തുകൂടി അവരുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി പല ഭാഗങ്ങളിലേക്ക് മാറുന്ന ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു സമ്മോഹന മുഹൂർത്തങ്ങളിലൂടെയാണ് ബ്രില്യൻ വിക്ടറി ഡേ ഇന്നലെ കടന്നു പോയത്. അപ്പോൾ ശിവൻ സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു സ്വപ്നതുല്യമായ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. തീർച്ചയായും അവരുടെ യാത്രയുടെ തുടക്കം തന്നെയാണിത്. അത് ഏറ്റവും ശുഭകരമായി തന്നെ നടക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അതെ സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിലും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഏറെ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചാണ്. അപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഇനിയുള്ള തുടർ നടപടികൾ അതിനൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ. അപ്പോൾ എന്താണ് സാർ നമുക്ക്? തീർച്ചയായും നമുക്കറിയാം, ഇപ്പം നീറ്റ് 2024 സംഭവ വികാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം നമ്മൾ പുറകിലാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട സമയമായിരുന്നു ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ ഇത്. പക്ഷെ നമുക്ക് സംഭവങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ ജൂലൈ 26-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരികയും അതിൻ്റെ അലോട്ട്മെന്റ് നടപടികളിലേക്ക് കടക്കുന്ന സമയമാണിത്. ഡാറ്റാബേസ് എല്ലായിടത്തും കിട്ടി. ഇനി അതാത് സ്റ്റേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നു, ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയമാണ്. ആദ്യം വന്നിരിക്കുന്നത് MBBS-ൻ്റെയും BDS-ൻ്റെയും ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്, അതോടൊപ്പം തന്നെ MBBS-ൻ്റെയും BDS-ൻ്റെയും സ്റ്റേറ്റ് കൗൺസിലിങ്ങുകളുടെ ഷെഡ്യൂള്. ഈ 2 ഷെഡ്യൂളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന MBBS BDS-ൻ്റെ ഗവൺമെന്റ് മേഖലയുടെയും ഡീംഡ് മേഖല, എയിംസ്, ജിപ്മർ, AFMC, ESI, ഇതാണ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ്. അതിൻ്റെ 4 റൗണ്ടിൻ്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ
ഒന്നിടവിട്ട് സ്റ്റേറ്റ് കൗൺസിലിങ്ങുകൾ നടക്കേണ്ടതുണ്ട്. ആദ്യത്തെ 2 റൗണ്ടുകൾ ഓൾ ഇന്ത്യ റൗണ്ട് കഴിഞ്ഞിട്ട് വേണം നടക്കേണ്ടത്. 3-ാമത്തതും 4-ാമത്തതും ഒരുമിച്ച് അലോട്ട്മെന്റ് നടക്കും. അങ്ങനെ ഒക്ടോബർ 30 കൊണ്ടാണ് ഈ വർഷത്തെ MBBS BDS അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാകുന്നത്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ 1-ാം തീയതി. ആദ്യത്തെ 2 അലോട്ട്മെന്റുകൾ കഴിയുമ്പോഴത്തേക്കും ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഷെഡ്യൂളാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഈ ഓഗസ്റ്റ് 14-ാം തീയതി ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഓൾ ഇന്ത്യ കോട്ട, ഇന്ത്യയിലുള്ള മുഴുവൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, മുഴുവൻ ഗവൺമെൻറ് BDS കോളേജുകൾ, ഡീംഡ് 52 MBBS കോളേജുകൾ, BDSൻ്റെ 30 ഡീംഡ് കോളേജുകൾ, എയിംസിൻ്റെ 20 മെഡിക്കൽ കോളേജുകൾ ഗവൺമെൻറ് മേഖലയിൽ 100% സീറ്റുമായിട്ട്, ജിപ്മറിൻ്റെ 2 കോളേജുകൾ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ESI IP കോട്ട വഴിയുള്ളവർക്കും ESI കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട AFMCയുടെ 145 MBBS സീറ്റുകൾ. ഇതെല്ലാം കൂടെ ഉള്ള ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ് ഓഗസ്റ്റ് 14-ാം തീയതി mcc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. എല്ലാവരും MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടവരാണോ? അല്ല. ഈ പറഞ്ഞ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ചെയ്യാം. ആർക്കാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളത്? 162 മാർക്കിന് മുകളിലുള്ള ജനറൽ വിഭാഗത്തിനും 126 മാർക്കിന് മുകളിലുള്ള OBC, EW, OBC, SC, ST വിഭാഗങ്ങൾക്കും ഒക്കെ, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ആ വെബ്സൈറ്റാണ്. ഗവൺമെൻറ് മേഖലയിൽ മാത്രമാണെങ്കിൽ 10,000 രൂപ, അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ 5,000 രൂപ, ഡീംഡ് മേഖലയിലുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. ആ രജിസ്ട്രേഷൻ ഫീസും ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനിലോട്ട് കിടക്കേണ്ടത്. 16-ാം തീയതി മുതൽ ഈ കോളേജുകളുടെ ഓപ്ഷൻ, നമ്മൾ എത്രയാണോ രജിസ്ട്രേഷൻ ഫീസ് അടച്ചത് അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ്, ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ഓപ്ഷൻസ്, ഡീംഡും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റും കാണാം ഡീംഡും കാണാം, രണ്ടും കാണാം. ആ കോളേജുകൾ മുഴുവൻ നമുക്ക് വരും. MBBSും BDSും വരും. BSc നേഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടില്ല. BSc നേഴ്സിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ 5 കോളേജുകളുടെ 180 സീറ്റുകളും അല്ലെങ്കിൽ 300 സീറ്റുകളും ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ വരും. ഇത്രയും നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നു. 23-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നു. 29-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ വർഷം കൗൺസിലിംഗ് നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് 14-ാം തീയതി UG മെഡിക്കൽ കൗൺസിലിങ്ങിലൊരു ബ്രോഷർ വരും. എന്നാൽ മാത്രമേ നമുക്ക് ഏത് അലോട്ട്മെൻറ്റിൽ നിന്നും മുമ്പോട്ട് പോകാം, ഏത് അലോട്ട്മെൻറ്റിൽ നിന്നാണ് സ്റ്റേറ്റ് കൗൺസിലോട്ട് മാറാൻ സാധിക്കുന്നത്, എത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 14-ാം തീയതി UG മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ ബ്രോഷർ വരുമ്പോൾ മാത്രമേ ഈ വർഷത്തെ അറിയാവുള്ളൂ. മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ 23-ാം തീയതി ഓൾ ഇന്ത്യ റൗണ്ട് വന്നു. 29-ാം തീയതിക്കുള്ളിൽ ചേർന്ന് കഴിഞ്ഞാൽ 29-ാം തീയതിക്കുള്ളിൽ നമ്മൾ കോളേജിൽ ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ആ ഓൾ ഇന്ത്യയുടെ ലാസ്റ്റ് ഡേറ്റ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 29-ാം തീയതി കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അത് ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 5 ആണ്. അപ്പം വീണ്ടും സെപ്റ്റംബർ 5-ാം തീയതി ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് ആരംഭിക്കും. സെപ്റ്റംബർ 13-ാം തീയതി ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. ഇങ്ങനെ റെഗുലറായിട്ട് ഈ വർഷത്തെ MBBS, BDS, BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റുകൾ മുമ്പോട്ട് പോകും. ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, നമ്മുടെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ള കൗൺസിലിങ്ങുകൾ, ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങുകൾ, ജിപ്മർ BSc നഴ്സിംഗ് പോലുള്ള കൗൺസിലിങ്ങുകൾ, മിലിറ്ററി നഴ്സിംഗിൻ്റെ കൗൺസിലിങ്, അതോടൊപ്പം തന്നെ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെയുള്ള സ്റ്റേറ്റ് കൗൺസിലിങ്ങുകളൊക്കെ, അതായത് ഇനിയുള്ള ഒരു 2.5 മാസക്കാലം, ഒക്ടോബർ 30 വരെയുള്ള കാലഘട്ടം നീറ്റ് 2024 എഴുതിയവർക്കെല്ലാം അതാത് റാങ്കിൻ്റെയും റിസർവേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോളേജ് അലോട്ടഡ് ആകും. ഒക്ടോബർ 1-ാം തീയതി MBBS, BDSൻ്റെയും ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. അതിൻ്റെ ഷെഡ്യൂൾ വരെയുള്ളത് കൃത്യമായിട്ട് എല്ലാവരുടെയും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൗൺസിലിംഗ് ഷെഡ്യൂൾ വരാനുള്ളത് കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും ഓൾ ഇന്ത്യ വെറ്റിനറിയുടെയുമാണ് സൈറ്റിൽ വരാനായിട്ടുള്ളത്. സാർ ഇപ്പോൾ പരാമർശിച്ച് 14-ാം തീയതിയാണ് ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ വരിക. അപ്പോൾ സാർ, ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് എന്തെല്ലാമാണ്? അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർധനവുണ്ടാവാൻ ചാൻസ്? തീർച്ചയായിട്ടും എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. 2024 അഡ്മിഷൻ എത്രത്തോളം ഓൾ ഇന്ത്യ റാങ്കിന് പോകുമെന്ന് അറിയുന്നതിന് ഈ സീറ്റ് മെട്രിക്സ് ഏറ്റവും പ്രധാനമാണ്. അത് 16-ാം തീയതിയൊക്കെ ആയിട്ട് സാധാരണ പബ്ലിഷ് ചെയ്യാറുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പോലെ 380 കോളേജുകളും 8,000-ഓളം സീറ്റുകളാണോ, അതോ അതിൽ കൂടുതൽ സീറ്റുകൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജുകളൊക്കെ ഈ വർഷം ആദ്യം തന്നെ ഉണ്ടോ, ഓൾറെഡി ഉള്ള ഗവൺമെൻറ് കോളേജിൽ തന്നെ എത്രത്തോളം സീറ്റുകൾ കൂടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 16-ാം തീയതിയോടുകൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. mcc.nic.in എന്ന വെബ്സൈറ്റിൽ, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന 2 നോട്ടിഫിക്കേഷൻ, ഒന്ന് NRI സീറ്റിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്,
ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ അമൃത, മണിപ്പാൽ, എനപ്പോയ, നിറ്റ്, JSS, ബെൽഗാവി പോലെയുള്ള 52 ഡീംഡ് മെഡിക്കൽ കോളേജിൽ നമുക്ക് നോർമൽ ഫീസ് തന്നെ 18 ലക്ഷം, 20 ലക്ഷം, 22 ലക്ഷമാണ്. അവിടെ 40 ലക്ഷം കൊടുത്ത് NRI സീറ്റിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരുന്നത്. അത് തന്നെ ഇപ്പോൾ ഓൾറെഡി നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ NRI ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. നീറ്റിന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുകയും ഡീംഡിൽ NRI സീറ്റ് ആഗ്രഹിക്കുന്നവർ മാത്രം ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇനി NRI മാറ്റിയാൽ പോലും അവർക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകളും ഡീംഡിന് നോർമൽ സീറ്റുകൾക്കും ഒക്കെ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ വന്നിരുന്നത് PWD വെരിഫിക്കേഷൻ. ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ അങ്ങനെയുള്ള കോളേജുകളിലെയൊക്കെ ഹൊറിസോണ്ടൽ റിസർവേഷൻ 5% ഉണ്ട്. അപ്പോൾ അവിടെ മിനിമം മാർക്കാണെങ്കിലും ഗവൺമെൻറ് സീറ്റിൽ MBBS കിട്ടാനുള്ള സാഹചര്യമുള്ള PWD വെരിഫിക്കേഷന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, മദ്രാസ് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ചെല്ലേണ്ട നോട്ടിഫിക്കേഷനാണ് ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെയും സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെയും ഷെഡ്യൂള്. ഇത് മൂന്നുമാണ് MCC.NIC.in വന്നിരിക്കുന്നത്. ന്യൂ രജിസ്ട്രേഷൻ ആക്റ്റീവ് ആയിട്ടില്ല. അത് 14-ാം തീയതി മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. 16-ാം തീയതി 11 മണിയോടുകൂടിയേ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ലോക്ക് ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് ഡേറ്റിൽ 21-ാം തീയതി മാത്രമേ ലോക്ക് വർക്ക് ചെയ്യുള്ളൂ. ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലോക്കാണ്. ലോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മുടെ ലോഗിനിൽ കയറിയിട്ട് നമ്മുടെ ഓപ്ഷൻസ് പ്രാക്ടീസ് ചെയ്ത് കളയാനോ ഡിലീറ്റ് ചെയ്യാനോ പ്രയോറിറ്റി ഓർഡർ ചേഞ്ച് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ലോക്ക് വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 16-ാം തീയതി തന്നെ സാധാരണ നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് 16-ാം തീയതി തന്നെ നമ്മൾ ഓപ്ഷൻ കൊടുക്കും, അന്ന് തന്നെ ലോക്ക് ചെയ്യും. 17-ാം തീയതി നമുക്ക് വേറൊരു തീരുമാനം വരുന്നു, ഇതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ കൂടുതൽ കോളേജ് കൊടുക്കണം. ലോക്ക് ചെയ്താൽ പിന്നെ അത് പറ്റില്ല. അതുകൊണ്ട് അവസാനത്തെ ഒരു ദിവസം മാത്രമേ ലോക്ക് വർക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ആ ഓപ്ഷൻ കൊടുക്കുമ്പോഴേ കയറി ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല, ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റത്തെ ഡേറ്റിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ കാരണം അവസാന ദിവസം സ്വാഭാവികമായിട്ട് ഇത്രയധികം കുട്ടികൾ സൈറ്റിൽ കയറുമ്പം സെർവർ ഭയങ്കര ബിസി ആയിരിക്കും, എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ 16-ാം തീയതിയോ 17-ാം തീയതിയോ എല്ലാവരും ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. 18-ാം തീയതി 19-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് സൈറ്റ് വളരെ ബിസി ആവും, നമുക്കത് പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഓപ്ഷൻ കൊടുക്കണം. അവസാനത്തെ ദിവസം ലോക്ക് ചെയ്യേണ്ടത് അവസാനത്തെ ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലോക്കാണ്. പിന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് വേണമെന്നുള്ളവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ മാക്സിമം ഓപ്ഷൻ വെക്കാൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണം, ഫീസ് കുറഞ്ഞ ഒരു കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ മാക്സിമം ഫീസ് കുറഞ്ഞ കോളേജുകൾ വെക്കുക. AFMC MBBSന് ആദ്യത്തെ ഒരു റൗണ്ടിൽ മാത്രമേ സാധ്യതയുള്ളൂ, പിന്നെ AFMC സെലക്ഷൻ ഇല്ല. അതുകൊണ്ട് AFMCയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആദ്യത്തെ റൗണ്ടിൽ തന്നെ രജിസ്ട്രേഷൻ സമയത്ത് AFMC സെലക്ട് ചെയ്യുക. AFMCയുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ 23-ാം തീയതി AFMC ഷോർട്ട് ലിസ്റ്റ് വരും. 24-ാം തീയതി മുതൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ AFMC പൂനെയിലേക്ക് ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, മെഡിക്കൽ ഫിറ്റ്നസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ, ഇൻ്റർവ്യൂ ഇതിനെല്ലാം പോകാൻ തയ്യാറാവുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോൾ നമുക്ക് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. സർ, അതുപോലെ തന്നെ കേരളത്തിന്റെ വെബ്സൈറ്റിൽ അതും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയമാണ്. കേരളത്തിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ നിർബന്ധമായും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയേ പറ്റൂ. നീറ്റിന് അപ്ലൈ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 1,44,000 പേരാണ് കേരളത്തിൽ നിന്ന് നീറ്റിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത്രയും പേർക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ നിർബന്ധമായിട്ടും കേരളയുടെ വെബ്സൈറ്റിൽ നീറ്റിന്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും എൻട്രി ചെയ്തേ നിവൃത്തിയുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രൻസ് കമ്മീഷർക്ക് ചെയ്യാനാവില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു 2% കുട്ടികൾ അത് ചെയ്യാറുമില്ല. ഒന്നുകിൽ അവർക്ക് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇതിന് പോകേണ്ടി വരും, അല്ലെ അടുത്ത വർഷത്തെ അഡ്മിഷനെ ബാധിക്കും. അങ്ങനെയൊന്നുമില്ല. ഈ വർഷം നമ്മളുടെ സാധ്യതകൾ മനസ്സിലാക്കണമെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്ത എല്ലാവരും അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളയുടെ സൈറ്റിൽ എൻട്രി ചെയ്തേ മതിയാകൂ. ഇന്ന് രാത്രി വരെയാണ് ചെയ്യാൻ സാധിക്കുക. അത് വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 1-2 ദിവസം സാധാരണയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ന് നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷമാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും 13-ാം തീയതി രാത്രി അല്ലെങ്കിൽ 14-ാം തീയതി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരും. അതൊരു ലിസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ 73,000-ഓളം പേരിലെത്തോളം നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നവർ, അവരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടി കേരളത്തിൻ്റെ പൊസിഷൻ എന്താണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ശ്രീനന്ദ് ശർമ്മിലാണ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അപ്പോൾ കേരളത്തിലും ഫസ്റ്റ് റാങ്ക് ആയിരിക്കും. കേരള റാങ്ക് 1 ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികളുടെയും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ
കേരളത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, നീറ്റിൻ്റെ സ്കോറ്, അതനുസരിച്ചുള്ള കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റായിട്ട് തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പം എല്ലാവരും നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം നമ്മളെ നോട്ടിഫിക്കേഷനിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ കൂട്ടുകാരോടും കൂടെ ഒന്ന് പറയണം, ഇത് ചെയ്യണമെന്നുള്ളത് നിർബന്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വന്നിരിക്കുന്നത് ചില കുട്ടികളെങ്കിലും ഇപ്പോഴും പ്രൊഫൈൽ വെരിഫൈ ചെയ്യാത്തവരുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേറ്റിവിറ്റി, ഫോട്ടോ, സിഗ്നേച്ചർ. ഇനി കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. MBBSന് കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ, അല്ലെങ്കിൽ BDSന് കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ NRI സീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആ അപ്ലോഡ് ചെയ്ത 5 സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ തിരുത്താം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാവരും കേരളത്തിൽ അപ്ലൈ ചെയ്ത എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നേറ്റിവിറ്റി, പിന്നെ ഫോട്ടോ, സിഗ്നേച്ചർ. ഇതിലൊക്കെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് കേരളത്തിൻ്റെ സൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. ഇനി 13-ാം തീയതി അല്ലെ 14-ാം തീയതി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരും. 20-ാം തീയതിയോടുകൂടി കേരള മെഡിക്കലിൻ്റെ കാറ്റഗറി റാങ്ക് വരും. ഓരോ കാറ്റഗറിയിലും എത്രാമത്തെ ആളാണെന്ന് അറിയാൻ സാധിക്കും. അതിനുശേഷം അതായത് 20 അല്ല 21-ാം തീയതിയോടുകൂടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യം വിളിക്കുന്നത് MBBSും BDSും. MBBSന്റെ ഗവൺമെൻറ്, MBBSന്റെ സെൽഫ് ഫിനാൻസിങ്, BDSന്റെ ഗവൺമെൻറ്, BDSന്റെ സെൽഫ് ഫിനാൻസിങ്. ഇത്രയുമാണ് കേരളയുടെ സൈറ്റ് വഴി കൊടുക്കേണ്ടത്. കേരളത്തിലും 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് തന്നെയായിരിക്കും എല്ലാവരും പ്രവേശിക്കേണ്ടത്, എല്ലാവരും ഓപ്ഷൻ കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഓൾ ഇന്ത്യ ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതി കഴിഞ്ഞിട്ട് 30-ാം തീയതിയോ 1-ാം തീയതിയോ ആയിട്ട് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. എല്ലാവരും കേരളത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ കോളേജ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പം ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 23,000 രൂപയ്ക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. സെൽഫ് ഫിനാൻസിങ് മേഖലയാണെങ്കിൽ 8 ലക്ഷം ഫീസ് ആണെങ്കിൽ ആ 8 ലക്ഷം രൂപയും അവിടുത്തെ ചെലവുമായിട്ട് 1.5 ലക്ഷം രൂപ സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫണ്ടൊക്കെ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ കാർഡുകളിൽ നിന്ന് മാത്രമേ ദയവായിട്ട് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ കോട്ടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാർഡുകളിൽ നിന്ന് മാത്രമേ ചെയ്യാവുള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഇപ്പോൾ 2 ലക്ഷം രൂപയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത്രയൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ലിമിറ്റ് റെഡിയാക്കി വെക്കണം. അതെല്ലാം നമ്മൾ ഈ 2 ആഴ്ചകളിലായിട്ട് നടക്കും. കേരളയുടെ സൈറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും പ്രൊഫൈൽ വെരിഫിക്കേഷൻ്റെ ലാസ്റ്റ് അനൗൺസ്മെൻറ്റുമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. സാർ, അപ്പോൾ കർണാടകയിൽ ഒരു മെഡിക്കൽ സീറ്റ് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ സെൻറ്റ് ജോൺസിലൊക്കെ ഒരു മെഡിക്കൽ സീറ്റ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവർക്കൊക്കെ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ പറയാൻ പറ്റുക? കർണാടകത്തിൽ ഇപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ 11 ലക്ഷം രൂപ ഇയർലി ഫീസുള്ള കർണാടകത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളാണെങ്കിൽ അതിന് രണ്ടാമതൊരു ചാൻസ് തന്നിരുന്നു. ഇപ്പോൾ 7, 8, 9 തീയതികളായിരുന്നു അപേക്ഷിക്കേണ്ടത്. റോമൻ കാത്തലിക്സിന് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെരിഫിക്കേഷനും ആ സമയത്ത് സമയമുണ്ടായിരുന്നു. അതിപ്പോൾ ഒന്നും കൂടെ നീട്ടി തന്നിട്ടുണ്ട്. 12, 13 തീയതികളിലൊക്കെ നേരിട്ട് അവിടെ ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും, ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളത് കൊടുത്ത് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു അവസരം കൂടെ തന്നിട്ടുണ്ട്. ഇനി കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജുകൾക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കർണാടകത്തിൻ്റെ സൈറ്റിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് MCCയുടെ വെബ്സൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. ഇവിടെ ഇപ്പോൾ ഒരു മാർക്ക് അല്പം കുറവുണ്ട്, കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് പോലുള്ള കോളേജുകൾ വേണം, അല്ലെങ്കിൽ ഫാദർ മുള്ളർ പോലുള്ള കോളേജിൽ വേണമെന്നുള്ളവരാണ് KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതും. ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യേണ്ടത് ഈ സമയത്താണ്. അതോടൊപ്പം തന്നെയുണ്ട് തമിഴ്നാടിൻ്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന CMC വെല്ലൂർ അഡ്മിഷൻ വേണ്ടവർ, തമിഴ്നാടിൻ്റെ 13.5 ലക്ഷം രൂപ ഇയർലി ഫീസുള്ള മാനേജ്മെൻറ്റ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റ് കോട്ടയുടെയും ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആന്ധ്ര, തെലുങ്കാന ഉടൻ തന്നെ ആരംഭിക്കും. അതേണ്ട 10 ലക്ഷം രൂപ വാർഷിക ഫീസ് ഉള്ളതാണ് നമ്മുടെ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾക്ക്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം നടക്കും. അപ്പോൾ ഇതെല്ലാം എല്ലാ സൈറ്റുകളും എന്നും കേരളയുടെ വെബ്സൈറ്റ്, ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റ്, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഏതൊക്കെ നിങ്ങൾക്കറിയാമോ അതിൻ്റെ എല്ലാം വെബ്സൈറ്റുകൾ എന്നും നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇനിയിപ്പോൾ എയിംസിൻ്റെ സൈറ്റിൽ ഈ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. ജിപ്മറിൻ്റെ സൈറ്റിൽ ഇപ്പോൾ വരും. AFMCയുടെ സൈറ്റിൽ ബ്രോഷർ വന്നിട്ടുണ്ട് 2024-25. ഇനി നമ്മൾ എല്ലാ വെബ്സൈറ്റുകളും, കൗൺസിലിങ്ങിൻ്റെ വെബ്സൈറ്റ്, അതാത് കോളേജുകളുടെ വെബ്സൈറ്റ്, ഇത് നിരന്തരം നോക്കണം. AFMC പോകാൻ ആഗ്രഹമുണ്ട്, AFMCയുടെ സൈറ്റും നോക്കണം, MCCയുടെ സൈറ്റും നോക്കണം. കേരളത്തിൻ്റെ ഒരു കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെങ്കിൽ MCCയുടെ സൈറ്റും നോക്കണം, കേരളയുടെ വെബ്സൈറ്റും നോക്കണം. സെൻറ്റ് ജോൺസിൽ എടുക്കാനാണെങ്കിൽ കർണാടകയുടെ വെബ്സൈറ്റ് നിരന്തരം നോക്കണം. വെല്ലൂർ എടുക്കാനുള്ളവർ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് നോക്കണം. എയിംസിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെങ്കിൽ എയിംസുകളുടെ എല്ലാം വെബ്സൈറ്റുകൾ നോക്കണം. ജിപ്മറിലാണ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതായത്
എല്ലാത്തിനകത്തും അവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്തൊക്കെ കൊണ്ടുവരണം എന്നാണ് അവിടെ കൗൺസിലിംഗ് തുടങ്ങേണ്ടത്. ഇപ്പം എയിംസ് ഡൽഹി കൗൺസിലിംഗ് വരെ, അതായത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എയിംസ് ഡൽഹിയിൽ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ചെല്ലുമ്പോഴേ അവിടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ആരംഭിക്കും. നമ്മൾ നിൽക്കാനായിട്ട് കരുതി വേണം പോകാനായിട്ട്. അതിന്റെ ഷെഡ്യൂൾ എയിംസ് ഡൽഹിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള സെപ്റ്റംബർ 15 വരെയുള്ളവരുടെ ഷെഡ്യൂൾ എയിംസിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം നിരന്തരം നമ്മൾ ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ നോക്കി വേണം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട്. സാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന ഒരു സംശയമാണ് ഈ അലോട്ട്മെന്റുകളുടെ ഒരു പ്രയോറിറ്റി എടുക്കുമ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നിന്ന് കേരള അലോട്ട്മെന്റിലേക്ക് മാറാൻ സാധിക്കുമോ? ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് അത് തന്നെയാണ്. കാരണം കേരളത്തിൽ പഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ, MBBS നിന്ന് BDSലോട്ട് അല്ല BDS നിന്ന് MBBSലോട്ട് മാറ്റാൻ പറ്റുമോ, സെൽഫ് ഫിനാൻസിംഗ് നിന്ന് ഗവൺമെന്റിലോട്ട് മാറാൻ പറ്റുകയോ, ആ ഒരു സമയം ഇപ്പൊ നമുക്ക് മുൻ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ഓഗസ്റ്റ് 14 കൗൺസിലിംഗ് ബ്രോഷർ നിലവിൽ വരുമ്പോൾ മാത്രമേ ഈ വർഷത്തെ നിയമം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പുതിയതായിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ആഗസ്റ്റ് 14 മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മുൻ വർഷങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്നു. ഒരു സീറ്റ് വന്നു കഴിഞ്ഞാൽ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. ഒരു ഫ്രീ എക്സിറ്റ് എന്നൊരു സംവിധാനമുണ്ട്. കാരണം ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഒരു സീറ്റ് കിട്ടി, തിരുനെൽവേലി മെഡിക്കൽ കോളേജ് കിട്ടി, നമ്മൾ പോകുന്നില്ല, ആ കോളേജിലോട്ടോ പോകുന്നില്ല, ആ കോളേജുകാരെ വിളിക്കുന്നില്ല, അവർക്ക് ഒരു ഇമെയിൽ അയക്കുന്നില്ല, ആ കോളേജിൽ വിസിറ്റ് ചെയ്യുന്നുമില്ല, ഫീസ് അടയ്ക്കുന്നുമില്ല, ഫ്രീ എക്സിറ്റ്. ആ സീറ്റ് പോയി. ഓഗസ്റ്റ് 29 കഴിയുമ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരവും, രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഫീസ് ഈ ആദ്യത്തെ ഫീസ് തന്നെ നിന്നുള്ളൂ. ഫീസ് നഷ്ടപ്പെടുകയല്ല, രണ്ടാമത്തെ കൊടുക്കാനുള്ള അവസരവും നഷ്ടപ്പെടുകയല്ല. അതാണ് ഫ്രീ എക്സിറ്റ്. ഇനി ആദ്യത്തെ അലോട്ട്മെന്റ് വന്നു, തിരുനെൽവേലി വന്നു, നമ്മൾ പോയി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിലോട്ടും പോകാം, കേരളയുടെ ഫസ്റ്റിലോട്ടും വരാം, യാതൊരു കുഴപ്പവുമില്ല. അതാണ് കഴിഞ്ഞ വർഷത്തെ നിയമം. ഓൾ ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കേരളത്തിലേക്ക് മാറാമായിരുന്നു. അതാണ് കഴിഞ്ഞ വർഷത്തെ നിയമം. ഈ വർഷം അത് തന്നെ ആയിരിക്കും. ഇനി ഓൾ ഇന്ത്യയിൽ നമ്മൾ എടുത്തില്ല, അല്ല ഓൾ ഇന്ത്യ കൊടുത്തേയില്ല, കേരളത്തിന്റെ അലോട്ട്മെന്റ് വന്നു. ഓഗസ്റ്റ് 30 അല്ല സെപ്റ്റംബർ 1 ഒക്കെ ആകുമ്പോഴത്തേക്കും കേരളത്തിന്റെ അലോട്ട്മെന്റ് വന്നു. കേരളത്തിന്റെ ഒരു അലോട്ട്മെന്റ്, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, കേരളത്തിന്റെ വെബ്സൈറ്റിൽ ഒരു സീറ്റ് അലോട്ടഡ് ആയി എന്ന് വന്നാൽ എൻട്രൻസ് കമ്മീഷൻ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കുക, കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കുക, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഫീസുമായിട്ട് നേരിട്ട് കോളേജിൽ ചെന്ന് ചേരണം. സെപ്റ്റംബർ 5 കോളേജിൽ ചെന്ന് ചേരണം. ഇല്ലെങ്കിൽ കേരള അലോട്ട്മെന്റിൽ നിന്ന് ഔട്ടാണ്. കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് വെച്ചു, സെൽഫ് ഫിനാൻസിങ് ആണ് എനിക്ക് പോകുന്നില്ല, നമ്മൾ ഓപ്ഷൻ വെച്ചോണ്ടാ സെൽഫ് ഫിനാൻസിങ് കിട്ടിയേ, അല്ലാതെ നമുക്ക് മാർക്ക് 600 ആയിപ്പോയില്ല 550 ആയിപ്പോയെന്ന് പറഞ്ഞാൽ അവര് തന്നതല്ല. നമ്മൾ നമ്മുടെ പ്രിഫറൻസ് ഓർഡർ കൊടുത്തപ്പം നമുക്ക് താല്പര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുകയും നമുക്ക് അലോട്ട് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് നമുക്കൊരു സീറ്റ് കിട്ടിയിട്ട് നമ്മൾ എടുക്കാതിരുന്നാൽ, ഫീസ് അടയ്ക്കാതിരുന്നാൽ, അത് എൻട്രൻസ് കമ്മീഷണർക്കും അടയ്ക്കണം, സെൽഫ് ഫിനാൻസിങ് കോളേജിലും പോയി അടയ്ക്കണം. അടയ്ക്കാതിരുന്നാൽ കേരളത്തിന്റെ അലോട്ട്മെന്റിൽ നിന്ന് ഔട്ടാകും. കേരളത്തിന്റെ 1, 2, 3 അലോട്ട്മെന്റിലും പിന്നെ പരിഗണിക്കില്ല. പിന്നെ കേരളത്തിന്റെ സ്റ്റേ വേക്കൻസിയിൽ മാത്രം വേക്കൻസി ഉണ്ടെങ്കിൽ പരിഗണിക്കും. എന്നാൽ ഓൾ ഇന്ത്യ അങ്ങനെയല്ല. ഓൾ ഇന്ത്യ ഫസ്റ്റിൽ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, സെക്കൻഡിൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കയറാം. സെക്കൻഡിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം, മുഴുവൻ കോളേജുകളും കൊടുക്കാം, മുഴുവൻ കോളേജിന് പ്രയോറിറ്റി മാറ്റാം. ഇൻഡിവിജ്വലാണ് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് വേണമെങ്കിൽ ഓൾ ഇന്ത്യയിൽ ചേരാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ കേരളത്തിൽ അലോട്ട്മെന്റ് വന്നാൽ എടുത്തിരിക്കണം. ഇനി അലോട്ട്മെന്റ് എടുത്തില്ലെങ്കിൽ പിന്നെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേറ്റിലോട്ടും വിടുകയില്ല. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നിയമം. ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് 13 തീയതി. 13 നമുക്ക് ഈ വർഷത്തെ എല്ലാ കുട്ടികളുടെയും ഏറ്റവും ക്രൂഷ്യൽ ഡേ ആണ്, സെപ്റ്റംബർ 13. ഈ ഓൾ ഇന്ത്യ വഴി പോകുന്നതാണോ എനിക്കൊരു ബെറ്റർ കോളേജ് കിട്ടാൻ ചാൻസ്, അതോ ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും സീറ്റെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ, കേരളത്തിലോട്ട് നമുക്ക് വരാനുള്ള സാധ്യതകൾ എന്താണ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നിൽക്കുന്നതാണോ കേരള അലോട്ട്മെന്റിൽ നിൽക്കുന്നതാണോ എൻ്റെ താല്പര്യത്തിനനുസരിച്ചൊരു ബെറ്റർ കോളേജ് കിട്ടാനുള്ള താല്പര്യം എന്നുള്ളതൊക്കെ നമുക്ക് സെപ്റ്റംബർ 13 ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് അവർ ഇവിടെ നിന്ന് ചിലപ്പോൾ കേരളത്തിൻ്റെ ഫസ്റ്റിൽ നിന്ന് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിലോട്ട് മാറും, പിന്നെ ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് പരിഗണിക്കും. ഇനി അതല്ല ഓൾ ഇന്ത്യ തേർഡ് പബ്ലിഷ് ചെയ്ത് അത്ര താല്പര്യമുള്ളത് കിട്ടിയില്ല, കേരളത്തിലെ സീറ്റ് പോവോ? ഇല്ല. കേരള അലോട്ട്മെന്റ് വെച്ച് നമ്മളൊരു സീറ്റ് എടുത്തായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് നമ്മൾ ഓപ്ഷൻ കൊടുത്തു വന്നു. പക്ഷെ അത് കേരളത്തിലെ സീറ്റ് പോവില്ല, ഇവിടുന്ന് TC മേടിച്ചാൽ മാത്രമേ പോവുള്ളൂ. നമ്മൾ ഓൾ ഇന്ത്യ പോയി ചേർന്നില്ല, നമ്മുടെ പൈസ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെട്ടു. കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ കൺഫേം കൊടുത്തു, കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ ചേർന്നു.
ഓൾ ഇന്ത്യയുടെ തേർഡിൽ പരിഗണിക്കില്ല, കേരളയുടെ തേർഡിൽ പരിഗണിക്കും. നമ്മൾ അവിടെ ആയിരിക്കും പഠിക്കുകയും ചെയ്യുന്നത്. ഇനി കേരളത്തിൽ നമ്മൾ ടി സി മേടിച്ച് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ പോയി ചേർന്നാൽ ഓൾ ഇന്ത്യയുടെ തേർഡിൽ പരിഗണിക്കും, കേരളത്തിൻ്റെ സെക്കൻഡിലും കേരളത്തിൻ്റെ തേർഡിലും പരിഗണിക്കില്ല. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നിയമം. ഇതാണ് നമ്മൾ ഓഗസ്റ്റ് 14 വരുന്നത്. അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടും ആ സമയത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ സാർ, കേരളത്തിലൊരു MBBS സീറ്റ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്ര രൂപ കയ്യിൽ കരുതേണ്ടി വരും? ഇപ്പോൾ ഇതിൻ്റെ സമയമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? ഇപ്പോൾ ടെമ്പററി ആയിട്ട് സെൽഫ് ഫിനാൻസിംഗിൽ ഒരു സീറ്റ് കുറച്ച് പൈസ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഈ ടെമ്പററി ആയിട്ട് പലരും ചോദിക്കുന്നതാണ്, ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്മിഷൻ ഇല്ല. കേരളത്തിന്റെ അലോട്ട്മെന്റ് വന്നാൽ നമ്മൾ മുഴുവൻ സർട്ടിഫിക്കറ്റും അവിടെ കൊണ്ട് കൊടുത്ത മുഴുവൻ പൈസയും അവിടെ അടച്ച് ചേരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മുഴുവൻ പൈസയും തിരിച്ചു തരും. അത് നമുക്ക് അടുത്ത കോളേജിൽ കൊണ്ട് കൊടുക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ടെമ്പററി ആയിട്ടൊരു അഡ്മിഷൻ ഇല്ല. അലോട്ട്മെന്റ് വന്നാൽ അലോട്ട്മെന്റ് പോയി എടുത്തോണം, എന്നിട്ട് അടുത്തതിലോട്ട് മാറിക്കോണം. അതാണ് നിയമം. അപ്പൊ ഗവൺമെന്റ് മേഖലയാണെങ്കിൽ ഗവൺമെന്റ് MBBS കഴിഞ്ഞ തവണ 23,600 രൂപയായിരുന്നു. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് എത്ര രൂപ അടച്ചു? ഓപ്ഷൻ കൊടുക്കാനായിട്ട് 10,000 രൂപ അടച്ചു. അല്ലെങ്കിൽ OBC ആണെങ്കിൽ 5,000 രൂപ അടച്ചു. അതിന്റെ ബാലൻസ് തുക അപ്പോൾ 23,000 നിന്ന് 10,000 പോയിട്ട് ബാക്കി 13,000 രൂപ, 13,600 രൂപ കേരളത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ അടയ്ക്കണം. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ 10,000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്തു. ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. മൊത്തം ഫീസ് 23,600. ബാക്കിയുള്ള 13,600 എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ തന്നെ അടയ്ക്കുന്നു. നമ്മൾ 5,000 ആണ് OBC അടച്ചെങ്കിൽ ബാക്കി 18,600 രൂപ എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ അടയ്ക്കുന്നു. പിറ്റേ ദിവസം നമ്മൾ കോളേജിൽ ചെല്ലണം. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പിറ്റേ ദിവസം മുതലുള്ള കോളേജിൽ ചെല്ലണം. അവിടെ ബാക്കി നമ്മൾ ഏതാണ്ട് ഒരു 20,000 രൂപയ്ക്ക് അടുത്ത് നമ്മളിൽ ഉണ്ടായിരിക്കണം. കോഷൻ ഡെപ്പോസിറ്റ്, ലൈബ്രറി ഫീസ് എല്ലാം കൂടെ നമ്മൾ അവിടെ ബാക്കി തുക അടച്ച് അഡ്മിഷൻ എടുക്കുന്നു. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. സെൽഫ് ഫിനാൻസിങ് മേഖലയാണെങ്കിൽ നമ്മൾ 10,000 അടച്ചോ അല്ല 5,000 അടച്ചോ ഓപ്ഷൻ കൊടുത്തു. നമുക്ക് കിട്ടിയ സീറ്റ് 8 ലക്ഷം രൂപയുടെ സീറ്റ്. എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ അടക്കേണ്ടത് 1 ലക്ഷം രൂപയാണ്. മൊത്തം ഫീസ് 8 ലക്ഷം ആണെങ്കിൽ പോലും എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ അടക്കേണ്ടത് 1 ലക്ഷം രൂപയാണ്. അപ്പൊ അതിൽ നമ്മൾ 10,000 അല്ലേ രജിസ്ട്രേഷൻ ഫീസ് അടച്ചേ, ബാക്കി 90,000 രൂപ നമ്മൾ എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ അടയ്ക്കും. അപ്പൊ 1 ലക്ഷമായി. ബാക്കിയുള്ള 7 ലക്ഷം രൂപ കോളേജിന്റെ അക്കൗണ്ടിൽ അടയ്ക്കും. ഇനി കോളേജിൽ ബാക്കി ഒരു എമൗണ്ട് ഉണ്ട്, ഹോസ്റ്റല്, ഫുഡ് ആൻഡ് അക്കോമഡേഷന്, സ്റ്റഡി മെറ്റീരിയൽ, ഡ്രസ്സ്, അങ്ങനെ എല്ലാം കൂടെ. അത് 1 ലക്ഷം ആയിരിക്കാം, 1.5 ആയിരിക്കാം, 2 ആയിരിക്കാം. അതും നമ്മൾ ആ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ടെമ്പററി ആയിട്ടൊരു അഡ്മിഷൻ, കുറച്ച് തുക അടച്ചൊരു അഡ്മിഷൻ ഇല്ല. മുഴുവൻ തുകയും അടച്ച് നമ്മൾ ആ കോളേജിൽ പോയി ചേരുന്നു. രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷൻ അടച്ചിരിക്കുന്ന ഫീസ് അത് തന്നെ മതി. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഗവൺമെന്റ് മേഖലയിൽ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ എൻട്രൻസ് കമ്മീഷർക്ക് പിന്നെയും ഫീസ് അടയ്ക്കണ്ട, ഒരൊറ്റ ഫീസ് അടച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത കോളേജിലോട്ട് മാറിക്കോളും. പക്ഷെ നമ്മൾ കോളേജിൽ അടച്ചൊരു 20,000 ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം 23,600 നമ്മൾ എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ അടച്ചായിരുന്നു. പക്ഷെ കോളേജിൽ അവിടെ ചെന്നപ്പം 10,000 അല്ലെങ്കിൽ 20,000 രൂപ നമ്മൾ കോളേജിൽ അടച്ചിട്ടുണ്ട്, കോഷൻ ഡെപ്പോസിറ്റും ലൈബ്രറി ഫീ ഒക്കെ. ആ പൈസ നമുക്ക് തിരിച്ചു തരും. അത് നമ്മൾ പുതിയതായിട്ടുള്ള കോളേജിൽ കൊണ്ട് ചേരണം. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ നമ്മൾ 8 ലക്ഷം അടച്ചു, അതിൽ 1 ലക്ഷം എൻട്രൻസ് കമ്മീഷനൊക്കെ അടച്ചേ. അപ്പം നമുക്ക് ഒരു സെൽഫ് ഫിനാൻസിംഗിൽ നിന്ന് മറ്റൊരു സെൽഫ് ഫിനാൻസിങ്ങിലോട്ട് മാറിയെങ്കിൽ ഈ എൻട്രൻസ് കമ്മീഷനൊക്കെ 1 ലക്ഷം തന്നെ അടച്ചാൽ മതി, പിന്നെ പുതിയതായിട്ട് അടയ്ക്കണ്ട. പക്ഷെ ആ കോളേജിൽ പോയിട്ട് അവിടെ നമ്മൾ അടച്ച 7 ലക്ഷം രൂപ അവിടെ നിന്ന് തിരിച്ചു മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ടുപോയി 7 ലക്ഷം അടയ്ക്കണം. ഈ ചെലവിനത്തിൽ നമ്മൾ അടച്ച 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അതും തിരിച്ചു മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ട് അടയ്ക്കണം. അപ്പം ഫീസ് അങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എൻട്രൻസ് കമ്മീഷൻ ഉള്ള പേരിൽ 1 പ്രാവശ്യം അടച്ചാൽ മതി. കോളേജിൽ അടക്കുന്ന ഫീസ് നമ്മൾ തിരിച്ചു മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ട് അടയ്ക്കുകയും ചെയ്യണം. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സെൽഫ് ഫിനാൻസിങ് നമ്മൾ ഇത്രയും വലിയ തുക അടച്ച് ചേർന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് ആയപ്പോൾ നമുക്കൊരു ഗവൺമെന്റ് കിട്ടി, കേരളത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് കിട്ടി. നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ 1 ലക്ഷം അടച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ 23,600 മതിയായിരുന്നു. നമ്മൾ ആ തുക നമ്മൾ പിന്നെ അടയ്ക്കൊന്നും വേണ്ട. ആ ബാലൻസ് തുക ഡിസംബർ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരികെ വരും. 23,600 ശേഷമുള്ള ബാക്കി തുക കുട്ടിയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ അക്കൗണ്ടിലോട്ട് ഡിസംബർ മാസം തിരികെ വരും. മറ്റു നമ്മൾ കോളേജിൽ അടച്ച പൈസ മുഴുവൻ നമ്മൾ തിരികെ മേടിച്ചു. അതപ്പം പുതിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ആ ഒരു തുക 20,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അത് അടച്ചാൽ മാത്രം മതിയാകും. അപ്പം അവിടെയൊന്നും നമുക്ക് ട്രാൻസാക്ഷൻ വലിയ താമസം വരുന്നില്ല. ഇനി ഇവിടെ നിന്ന് കേരളത്തിൽ നമ്മൾ ഓൾ ഇന്ത്യയിലോട്ട് പോയി. കേരളത്തിൽ നമ്മൾ 23,600 ഗവൺമെന്റ് മുകളിൽ അടച്ചായിരുന്നു. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ വേറൊരു ഗവൺമെന്റ് കിട്ടി. ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ നമ്മൾ എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ 10,000 അടച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ 10,000 എടുക്കുകയല്ല. അവിടെ നമ്മൾ പുതിയതായിട്ട് ഗവൺമെന്റ് മേഖലയിൽ ഫീസ് അടയ്ക്കണമെന്ന് മാത്രം. ഈ കേരളത്തിന് അടച്ച പൈസ ഡിസംബർ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും.
ഇതെല്ലാം സെക്കൻഡ് അലോട്ട്മെന്റ് വഴിയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ തേർഡിലോട്ടും, ഓൾ ഇന്ത്യ ആണെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ടേ മാറാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പൈസ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ പൈസകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ സ്ട്രേ വേക്കൻസി എന്താണ്? തീർച്ചയായിട്ടും. കാരണം പണ്ടൊരു ചോദിക്കുന്നുണ്ട്, ഈ സ്പോട്ട് അഡ്മിഷനിൽ 1-2 കുട്ടികൾക്കൊക്കെ നല്ല കോളേജുകൾ കിട്ടും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 860 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് ജനറൽ മെറിറ്റിന് MBBS സീറ്റ് കിട്ടിയത്. പക്ഷേ 35 സീറ്റുകൾ PWD വിഭാഗത്തിന്റെ ഒഴിവ് വന്നിട്ട് അത് ജനറലോട്ട് മാറ്റിക്കൊടുത്തപ്പം 1500 കുട്ടിക്കും കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടി, 1100 ആൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിട്ടി, 1800 വരെ കേരളത്തിൽ ഗവൺമെന്റ് കോളേജ് ജനറൽ മെറിറ്റിന് കിട്ടി. അപ്പം പലർക്കും ഈ അട്രാക്ഷൻ എന്തിനാണ്? സ്പോട്ട് അലോട്ട്മെന്റിൽ ബെറ്റർ കോളേജ് കിട്ടും. സ്ട്രേ വേക്കൻസിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടിയതിനേക്കാളും ബെറ്റർ കോളേജ് കിട്ടും. അങ്ങനെയാണ് സ്പോട്ട് അലോട്ട്മെന്റിന് ഒരു വലിയ പ്രാധാന്യം എപ്പോഴും നമ്മുടെ കുട്ടികൾ കൊടുക്കാമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അതൊരു ഞാനന്മേൽ കളിയാണ്. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ ഒന്നും ഇല്ലാതെ പോയേക്കാം. കഴിഞ്ഞ ഇപ്പം ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ നോക്കൂ. ആദ്യത്തെ റൗണ്ടുകളിൽ സെൽഫ് ഫിനാൻസിങ് വെച്ചില്ല. കേരളത്തിൽ ഒരു പ്രാവശ്യം ഓപ്ഷൻ വെക്കാൻ അവസരമുള്ളൂ. കേരളത്തിന്റെ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു ഗവൺമെന്റ് സീറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടും, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ സെൽഫ് ഫിനാൻസിങ് എടുക്കുമെന്ന് വിചാരിച്ചവരുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിന്റെ ആദ്യത്തെ റൗണ്ടിൽ ഗവൺമെന്റ് മാത്രമേ വെച്ചുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് സെൽഫ് ഫിനാൻസിങ് കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗവൺമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രേ വേക്കൻസിയിൽ മിച്ചമുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ആകെ ഒരു 20-22 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവരാഗ്രഹിച്ച ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സീറ്റ് ഇല്ലായിരുന്നു സ്ട്രേ വേക്കൻസിയിൽ. അപ്പം ഗവൺമെന്റ് മേഖലയിൽ കുറച്ച് ഗുണം കിട്ടിയെങ്കിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ 100% കുട്ടികൾക്കും യാതൊരുവിധ പ്രയോജനവും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് 3 റൗണ്ടുകളും നടന്നു കഴിയുമ്പോൾ വരുന്ന വേക്കൻസി സീറ്റുകളാണ്. അത് ചിലപ്പോൾ 1 സീറ്റ് ഉണ്ടാകാം, ചിലപ്പോൾ 10 സീറ്റ് ഉണ്ടാകാം, ചിലപ്പോൾ 20 സീറ്റ് ഉണ്ടാകാം. ഗവൺമെന്റ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്കത് ന്യായീകരിക്കാനാവില്ല. അത് ചിലപ്പോൾ ഒരാൾക്ക് കിട്ടിയേക്കാം, അല്ല കിട്ടിയില്ലാതിരിക്കാം. അത് ആ സമയത്ത് മാത്രം നമുക്ക് തീരുമാനിക്കാം. 3 അലോട്ട്മെന്റിലും 1 സീറ്റും അഡ്മിഷൻ കിട്ടാതിരിക്കുകയും പോയി ചേരാതിരിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ സ്ട്രേ വേക്കൻസി പരിഗണിക്കുകയുള്ളൂ. 3 അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസി സീറ്റുകൾ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നതിന് ഒരു കണക്കിന് ഒരു തരത്തിലും പ്രാധാന്യം കൊടുക്കരുത്. അതിനു മുമ്പ് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കണം. അതിന് സ്പോട്ടിൽ ഇങ്ങനെ വന്നേക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. ഇനി അതിനപ്പുറത്ത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് ഒരു തരത്തിലും നമ്മുടെ മുമ്പിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ ചേരണമെന്ന് നമ്മൾ പറയുകയില്ല. സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആദ്യത്തെ റൗണ്ടിൽ കൊടുക്കുന്നതാണ് നല്ലതെന്ന് മാത്രം. അവർക്ക് താല്പര്യമുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇനി നിങ്ങൾ എല്ലാവരും. കാരണം അവർ എത്രയോ ആഗ്രഹിച്ചിരുന്ന കോളേജിലോട്ട് കടന്നു ചെല്ലുകയാണ്. അതെ. അപ്പോൾ നിങ്ങൾ കടന്നു ചെല്ലുന്നതിന് മുൻപായി നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൊക്കെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശിവൻ സാർ പറഞ്ഞു തന്നു. ഇനിയും ഓരോ അലോട്ട്മെന്റുകളൊക്കെ വന്നതിന് ശേഷമേ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനാവൂ എന്നുള്ളതും ശിവൻ സാർ പ്രത്യേകിച്ചും സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തില്, നിയമങ്ങളുടെ കാര്യത്തില്, കൃത്യമായ ഡേറ്റുകളുടെ കാര്യത്തില് ഒക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ അതാത് സമയങ്ങളിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന എല്ലാ അപ്ഡേഷൻസും അതാത് സമയം ബെർലിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ശിവൻ സാറിന്റെ നേതൃത്വത്തിൽ ശിവൻ സാർ തന്നെ നിങ്ങളുമായി സംവദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന ആഴ്ച ശിവൻ സാറിനൊപ്പമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിലൊന്നും അത്ര അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അതുപോലെ ഇന്ന് ഞങ്ങളെ ലോകമെമ്പാടും ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.